ഹലോ നമസ്കാരം. റേഡിയോ BVM-ലേക്ക് സ്വാഗതം. റേഡിയോ BVM ശബ്ദം ഹൃദയങ്ങളിലേക്ക്. ഞാൻ നിങ്ങളുടെ കൂടെ RJ ആൻഡാണ്. അപ്പോൾ ഇതങ്ങോട്ട് ജസ്റ്റ് ബോളിങ്ങോട്ട് ഇറങ്ങി നിന്നിട്ട് എന്നെ കയ്യിൽ നിന്ന് ക്യാരക്ടർ ആയതുകൊണ്ട് ഞാൻ മണ്ടടിച്ച് പോകും. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മെമ്മറി ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം. നിന്റെ കൂട്ടുകാരനോട് നിന്റെ അധ്യാപകൻ ഇങ്ങനെ പെരുമാറുകയാണ്, നീ എന്ത് ചെയ്യും? ബോധിക്ക് ഇങ്ങോട്ട് ഇറങ്ങി കസേരയിൽ ഇറങ്ങിയിട്ട് സാം ജോർജ് ചേട്ടനെ കുഞ്ചി നിർത്തി മുഴുവൻ ഒരൊറ്റയിടി. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. ലെറ്റ്സ് വെൽക്കം വിനീഷ് വിശ്വനാഥ്. ഹായ് ഹലോ നമസ്കാരം. റേഡിയോ BVM-ലേക്ക് സ്വാഗതം. ശബ്ദം ഹൃദയങ്ങളിലേക്ക്. ഞാൻ ഇന്ന് നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത് ആൻതാര അഗസ്റ്റിൻ. എൻ്റെ കൂടെ ഇരിക്കുന്നത് വിനീഷ് വിശ്വനാഥ്, ഡയറക്ടർ ഓഫ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ മൂവി. സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന പേരിൽ കുട്ടികളെ വെച്ചിട്ട് അങ്ങനെ ഒരു മൂവി എടുക്കാനുള്ള മോട്ടിവേഷൻ എന്തായിരുന്നു? എൻ്റെ പുറകിലുള്ള റീസൺ എന്തായിരുന്നു? റീസൺ കാക്കാമുട്ട എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടപ്പോൾ കിട്ടിയ ഒരു ആശയമാണ്. അതിനെ ഷോർട്ട് ഫിലിമായിട്ട് ചെയ്യാന്നുള്ളതായിരുന്നു ഇനീഷ്യലായിട്ടുള്ളൊരു പ്ലാൻ. പക്ഷേ അതിലൊരു സിനിമയുണ്ട് എന്നുള്ളത് പിന്നീട് മനസ്സിലാക്കുക. അതൊരു ചർച്ച ഒരുപാട് പേരിൽ വരികയും പ്രധാനമായിട്ടും ഒരു 4 പേരിൽ കേന്ദ്രീകരിക്കുകയും എൻ്റെ മറ്റ് സുഹൃത്തുക്കളായിട്ടുള്ള മുരളീകൃഷ്ണൻ, കൈലാഷ് ഭവൻ, ആനന്ദ് മൻമോഹൻ ഇത്രയും പേര് ചേർന്നതിനെ തിരക്കഥയാക്കുകയാണ് ചെയ്തത്. അപ്പോൾ റിയൽ ലൈഫിൽ നിന്നുള്ള ഒരുപാട് ഇൻസ്പിറേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ സിനിമയിലുള്ള ഒരു 80% ക്യാരക്ടേഴ്സും റിയൽ ലൈഫിലുള്ള ആൾക്കാരിൽ നിന്ന് ട്രൈറ്റ്സ് എടുത്ത് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഒരു 50% ഫിക്ഷനും 50% ഒരു കൈൻഡ് ഓഫ് റിയാലിറ്റി മിക്സ്ഡ് വിത്ത് ഫിക്ഷൻ എന്നുള്ള രീതിയിലാണ് സിനിമ ചെയ്തിരിക്കുന്നത്. സോ ഇൻസ്പിറേഷൻ പേഴ്സണൽ ലൈഫിൽ നിന്നും ഉണ്ട്, അതുപോലെ തന്നെ ഒരു സോഷ്യൽ കൺസേൺ ആയിട്ടും ഉണ്ട്. ഇൻസ്പിറേഷൻ ഈ പേഴ്സണൽ ലൈഫിൽ നിന്ന് വന്ന് പറയുമ്പോഴത്തേക്കും എന്തുകൊണ്ട് ഒരു ബാക്ക് ബെഞ്ചർ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്? ഇപ്പൊ അതിൽ അമ്പാടി എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ടല്ലോ, അതൊരു ഫ്രണ്ട് ബെഞ്ചർ ആണ്. പക്ഷെ എല്ലാവരും ഫ്രണ്ട് ബെഞ്ചറിനെ ഭയങ്കര അടിച്ചമർത്തിയാണ് ഈ കാലഘട്ടങ്ങളിൽ പറയുന്നത്. അവനൊന്നിനും കൊള്ളത്തില്ല, ആകെ പഠിക്കാൻ മാത്രമേ കൊള്ളത്തുള്ളൂ, അങ്ങനെയൊക്കെ കുറെ പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ അങ്ങനെയല്ല. ഫ്രണ്ട് ബെഞ്ചർ ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിലും ഭയങ്കര പോസിറ്റീവായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ക്രിക്കറ്റ് കളിക്കുന്നതായാലും അല്ലാണ്ട് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിക്കായാലും. അപ്പോൾ സാർ എങ്ങനെയായിരുന്നു? ഒരു ബാക്ക് ബെഞ്ചർ ആയിരുന്നോ അതോ ഫ്രണ്ട് ബെഞ്ചർ ആയിരുന്നോ? ഞാൻ ബാക്ക് ബെഞ്ചർ ആയിരുന്നു. ശ്രീകുട്ടൻ്റെ സ്ഥാനത്ത് ശ്രീകുട്ടന്മാരെ ഒരുപാട് കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. അതുപോലെ തന്നെ അമ്പാടിയുടെ കാര്യത്തിൽ പറഞ്ഞത് വളരെ റൈറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അമ്പാടിമാരെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ ശ്രീകുട്ടന്മാരെ കണ്ടിട്ട് ഉള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ശ്രീകുട്ടൻ്റെ സ്ഥാനത്ത് ചിലപ്പോഴൊക്കെ നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയും ഞാനും ഒരേ സംശയം ചോദിക്കുമ്പോൾ ഒരു ടീച്ചർ 2 രീതിയിലുള്ള സമീപനം തന്ന സമയത്താണ് എനിക്കെന്താണ് കുറവെന്ന് ഞാൻ ചിന്തിക്കുക. ഞാൻ പുറകിലത്തെ ബെഞ്ചിലിരിക്കുന്നതാണോ ഇവർ പറയുന്ന കുറവ് എന്ന് ചിന്തിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവുക. അങ്ങനെ ശ്രീകുട്ടൻ്റെ ഒരു സ്ഥാനത്തുണ്ടാവുക എന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഫ്രണ്ട് ബെഞ്ചറിൻ്റെ കാര്യം ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ മെയിൻലി പഠിക്കാൻ നല്ല ബ്രൈറ്റ് ആയിരിക്കും. പക്ഷേ അവർ എപ്പോഴും ടീച്ചറിനെ ഫേസ് ചെയ്ത് ഇരിക്കുക, അതിനുവേണ്ടി ഇരിക്കാൻ വിധിക്കപ്പെട്ടു പോയവരെ പോലെയാണ്. പഠനം ഒഴികെ ബാക്കി ഒരു കാര്യത്തിലും അവർക്ക് മുമ്പോട്ട് വരാനുള്ളൊരു ഒരു സ്വാതന്ത്ര്യം പലപ്പോഴും ഉണ്ടല്ലോ. അവർക്കും കൂട്ടുകൂടണമെന്നും ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള നല്ലൊരു പരീക്ഷ വരുന്ന സമയത്ത് മാത്രം എല്ലാവരും പഠിപ്പിസ്റ്റുകളോട് ഭയങ്കര ഒരു സ്നേഹം കാണിക്കും. അപ്പോൾ ഈ ഒരു സിനിമ ആ ഒരു പഠിപ്പിസ്റ്റ് ക്ലീഷേ തന്നെയാണ് നമ്മളും പിന്തുടരുന്നതെന്ന് തോന്നുന്ന ആ മൊമെൻറ്റിൽ നമുക്ക് BGM ഇട്ട് സ്ലോ മോഷനിൽ അത് പൊളിക്കണമെന്ന് എഴുതുന്ന സ്റ്റേജിൽ ഞങ്ങൾക്കൊരു ഇതുണ്ടായിരുന്നു. സോ അത് തന്നെയാണ് അമ്പാടി എന്ന് പറയുന്ന ക്യാരക്ടർ പിൽക്കാലത്ത് ചർച്ച ആവാനും കാരണം അത് തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. എന്ത് പറഞ്ഞാൽ ആ ഒരു കോൺസെപ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാനും ഒരു ഫ്രണ്ട് ബെഞ്ചർ ആയിരുന്നു. അപ്പോൾ ടീച്ചേഴ്സ് ഇങ്ങനെ എന്നോടും ചെയ്തിട്ടുണ്ട്. എന്നാലും ബാക്ക് ബെഞ്ചേഴ്സിന് പൊതുവെ ഫ്രണ്ട് ബെഞ്ചേഴ്സിനോട് ഒരു പുച്ഛമാണ്. അത് ഞാൻ വളരെയധികം അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ കുട്ടികളെ വെച്ച് ഇങ്ങനെ ഒരു മൂവി എടുത്തപ്പോൾ അതിൽ കുറെ പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ടാവുമല്ലോ, അതെന്തൊക്കെയായിരുന്നു? മെയിൻ പ്രതിസന്ധി കുട്ടികൾ മീൻസ് ഒരു എപ്പോഴും തിയേറ്റേഴ്സിനായാലും
OTT വമ്പന്മാർക്കായാലും താല്പര്യം വലിയ വലിയ ആൾക്കാരുടെ സിനിമകൾക്കാണ്. സോ അവിടെ സിനിമയുടെ ക്വാളിറ്റി സെക്കൻഡറി ആണ്. അവിടെ സിനിമയുടെ സെല്ലബിലിറ്റി എന്താണ് എന്നുള്ളത് മാത്രമേ അവിടെ ആദ്യത്തെ വിഷയമുള്ളൂ. സോ ഒരു പോസ്റ്റർ കാണുമ്പോൾ അതിൽ ഇന്ന ആൾക്കാരുണ്ട്, ഓക്കെ, അപ്പോൾ ഇത്രയും പേര് തിയേറ്ററിൽ അവരെ കാണാൻ വരും. സോ അങ്ങനെ വരുന്ന സിനിമകൾ OTTയിൽ ഇത്രയ്ക്ക് അല്ലെങ്കിൽ സാറ്റലൈറ്റിന് ഇത്രയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ ഇത്ര റിട്ടേൺ ഉണ്ട്, അങ്ങനെയാണ്. പിന്നെ അപ്പോൾ ഒരു സിനിമയുടെ പോസ്റ്റർ കാണുമ്പോൾ ഇത്തരം കാൽക്കുലേഷൻ കഴിയും. അപ്പം നമ്മുടെ സിനിമയുടെ വാല്യൂ അറിയണം എന്നുണ്ടെങ്കിൽ 2.5 മണിക്കൂർ ഞങ്ങൾക്ക് തന്നേ പറ്റൂ. അത് തരാൻ പലരും മടിക്കാറുണ്ട്. സോ കുട്ടികളെ വെച്ചിട്ട് ഇപ്പോൾ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറഞ്ഞ ഹിറ്റ് പടം ചെയ്ത ചിദംബരം അടുത്ത സിനിമ ചെയ്യുന്നത് ഒരു കുട്ടിയെ നായകനാക്കിക്കൊണ്ടുള്ള സിനിമയാണ്. കുട്ടികളെ വെച്ചിട്ട് ഇവിടെ സൂപ്പർ ഹിറ്റുകൾ വന്നിട്ടുണ്ട്. നമ്മളെക്കാളും തിയേറ്ററിലേക്ക് ആൾക്കാരെ ക്ഷണിക്കാൻ പല്ലൊട്ടി എന്ന് പറയുന്ന സിനിമയ്ക്ക് പറ്റിയിട്ടുണ്ട്. ഫിലിപ്സ് ആൻഡ് ദ മങ്കീപ്പൻ, അതിൽ സ്റ്റാർസ് വരെ ഉണ്ടായിരുന്നെങ്കിൽ പോലും പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ മണിരത്നത്തിൻ്റെ അഞ്ജലി എന്ന് പറയുന്നൊരു പഴയൊരു സിനിമയുണ്ട്, അത് തിയേറ്ററിക്കലി ഹിറ്റാണെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഹിറ്റുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് കുട്ടികളെ വെച്ചിട്ട്. അപ്പോൾ ക്രൈറ്റീരിയ ഈ പറയുന്ന താരങ്ങളുടെ തല മാത്രമാവരുത് എന്നുള്ളൊരു റിക്വസ്റ്റ് എനിക്ക് ഓഡിയൻസിനോടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞതിൽ തന്നെ എന്തൊക്കെ തരം ചലഞ്ചസ് ആവാം ഞങ്ങൾ ഫേസ് ചെയ്തെന്നുള്ളത് ഊഹിക്കാൻ പറ്റുന്നു എന്ന് തോന്നുന്നു. പൊതുവെ എല്ലായിടത്തും അങ്ങനെയാണ്. ഭയങ്കര ഒരു ടിപ്പിക്കൽ മൈൻഡ് സെറ്റ് ആണ്. ഒരു വലിയ നടനെ വെച്ചെടുത്താലോ അങ്ങനെ വല്ലതും ആയ മാത്രമേ പടത്തിന് ആ ഒരു വാല്യൂ ആൾക്കാർ കൊടുക്കത്തുള്ളൂ, തിയേറ്ററിൽ പോകത്തുള്ളൂ. അപ്പോഴത്തേക്കും ഈ മൂവി എടുത്തപ്പോൾ ഉള്ളിൽ പേടി ഉണ്ടായിരുന്നോ? ഇത് OTTയിൽ മാത്രമാണോ ഓടുക, അല്ലെങ്കിൽ ആൾക്കാർ ഇതെങ്ങനെ സ്വീകരിക്കും, അങ്ങനെയൊക്കെയുള്ള പേടി ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. കാര്യം എന്തായാലും എടുക്കാൻ പോകണം. അപ്പോൾ പിന്നെ പിന്നീട് എന്ത് പറ്റുമെന്ന് വെച്ചിട്ട് ഇതായിട്ടിരുന്നിട്ട് കാര്യമില്ല. അങ്ങനെ ഒന്നും ആലോചിച്ചില്ല. കാര്യം സ്റ്റീവൻ സ്പിൽബർഗിനെ ഒരു ഡോക്യുമെൻ്ററി ഉണ്ട്, സ്റ്റീവൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഉള്ളൊരു ഡയലോഗുണ്ട്. പുള്ളിക്കാരനോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, കുട്ടികളെ വെച്ച് മൃഗങ്ങളെ വെച്ചോ ഒന്നും ആദ്യത്തെ പടം ചെയ്യരുത്. അത് പിന്നീടും അങ്ങനെ ആരൊക്കെ അപ്രോച്ച് ചെയ്യുന്നു അവരോടൊക്കെ പ്രൊഡക്ഷൻ കമ്പനികളും അല്ലെങ്കിൽ സിനിമയിലെ ഇൻസൈഡേഴ്സും പറയുന്നൊരു കാര്യമാണ്, കുട്ടികളെ വെച്ചും മൃഗങ്ങളെ വെച്ചും നിങ്ങൾ ഒരിക്കലും ഫസ്റ്റ് പടം ചെയ്യരുത് എന്ന് പറയും. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് ഇത്രയും കുട്ടികളെ വെച്ചിട്ടാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് പറഞ്ഞിരുന്നു, ഫസ്റ്റ് പടം ഇത് ചെയ്യരുത്, ഇത് വച്ചിരിക്കുക, കുറച്ച് കഴിഞ്ഞ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര റിസ്ക്കാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ അധികം അതിനെ ഓവർ തിങ്ക് ചെയ്യാൻ നിൽക്കാത്തതുകൊണ്ട് ഇതിപ്പോൾ അങ്ങ് സംഭവിച്ചു. അപ്പോൾ എനിക്ക് അങ്ങനെ കുട്ടികളെ വെച്ച് വർക്ക് ചെയ്യുന്നതിലെ ഡിഫിക്കൽട്ടീസ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുമ്പോഴും എനിക്ക് പറയാനുള്ള മറ്റൊരു കഥയാണ്, കുട്ടികളെ വെച്ച് വർക്ക് ചെയ്യുമ്പോൾ ഒരു കംഫർട്ടിൻ്റെ ഒരു ഇതും കൂടെ ഉണ്ട്. കാര്യം ഇവരൊന്നും ഒരുപാട് ചിന്തിച്ചിട്ട് ക്യാമറയുടെ മുമ്പിലോട്ട് വരുന്നവരല്ല. സോ അവർ നല്ലൊരു കളിമണ്ണായിട്ട് ക്യാമറയുടെ മുമ്പ് നിൽക്കുന്നവരാണ്. അതിന് കുട്ടികൾക്ക് 15 ദിവസം ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. ഓൺ സെറ്റിൽ കുട്ടികളെ കോർഡിനേറ്റ് ചെയ്യാൻ ഞങ്ങൾക്കൊരു ടീമുണ്ടായിരുന്നു. സാം ജോർജ് എന്ന് പറയുന്ന ആൾ നയിക്കുന്നൊരു ടീമുണ്ടായിരുന്നു. പുള്ളി ഇതിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടറും കുട്ടികളുടെ ആക്ടേഴ്സ് ട്രെയിനറുമായിരുന്നു. സോ അവരുടെ ഒരു സൂപ്പർവിഷൻ സെറ്റിലും ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളുടെ സേഫ്റ്റി, അവർ ഡയലോഗ് പഠിക്കുക, മറ്റു കാര്യങ്ങളെല്ലാം അവരുടെ ചുമതലയായിരുന്നു. അതുകൊണ്ട് തന്നെ ക്യാമറയുടെ മുമ്പിൽ ഈ സാധനം കിട്ടുമ്പോൾ ഇവർ പക്ക പ്രിപ്പയർഡാണ്. അവർക്ക് എല്ലാ ഡയലോഗ്സും ബൈ ഹാർട്ടായിട്ട് അറിയാം. അതെങ്ങനെയൊക്കെ ഇമ്പ്രോവൈസ് ചെയ്യണം, നീ ഇന്നത് ചെയ്യും, ഞാൻ ഇന്നത് ചെയ്യും, എല്ലാം പഠിച്ചിട്ട് വന്നിരിക്കുകയാണ്. ജസ്റ്റ് സീനി കയറുന്നതിന് മുമ്പ് ചേട്ടാ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോവാണ് എന്ന് പറയുന്നു, അവരത് ചെയ്യുന്നു. സോ അതൊരു ഭയങ്കര ഒരു കംഫർട്ടായിരുന്നു. ഡബ്ബിങ്ങിലാണെങ്കിൽ പോലും ഇവർ റീൽസും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ലിപ്സിങ്ക് ചെയ്ത് ഓൾറെഡി പരിചയമുണ്ട്. ഡബ്ബിങ് സമയത്ത് ഭയങ്കര രസമായിട്ടാണ് അവർ ചെയ്തത്. സോ കുട്ടികളെ വെച്ചിട്ട് സിനിമ ചെയ്യുന്നതിൽ സ്ട്രഗിൾസൊക്കെ സിനിമ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ്. അതിന് സെല്ലബിലിറ്റി എന്നുള്ളൊരു പാർട്ട് വന്നപ്പോഴാണ് ഉണ്ടായത്. ചെയ്യാൻ ആക്ച്വലി ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. അതിപ്പോൾ കുട്ടികളെന്നല്ല, ഒരു ക്രൗഡ് കൂടുതലുള്ള സീൻസ് ഞങ്ങളുടെ പടത്തിൽ 80% സീൻസിലും കുട്ടികൾ ക്ലാസ് റൂമിനകത്തുള്ള സാധനങ്ങളാണ്. അപ്പോൾ 80 എപ്പോഴും എന്നും സെറ്റിൽ 32 കുട്ടികളും അത്രത്തോളം തന്നെ പാരൻസും ഒക്കെ ഉണ്ടാവും. സോ ക്രൗഡ് കൂടുമ്പോൾ അപ്പോൾ കുട്ടികളായാലും വലുത് അതിൻ്റേതായിട്ടുള്ള പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. അതുണ്ടായിട്ടുണ്ട്, ഇല്ലയെന്നല്ല. പക്ഷേ വർക്കിംഗ് എന്ന് പറയുന്നത് ഭയങ്കര കംഫർട്ടായിരുന്നു. കുട്ടികളുടെ ആ ഇന്നസെൻസും അതുപോലെ തന്നെ അവരോടെ വർക്ക് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മെമ്മറി, ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാവോ? ഒരുപാടുണ്ട്. അതിന്നിപ്പോൾ ഏതാ ഇപ്പോൾ പറയുകയെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഏറ്റവും രസകരമായിട്ടുള്ളൊരു അനുഭവം അതായത് നമ്മുടെ സിനിമയിൽ ശരത്ത് എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്ത ബോധിക്ക് എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. അപ്പോൾ എനിക്ക് ഈ മൈക്ക് കൈ കിട്ടിക്കഴിഞ്ഞാൽ ക്യാമറ സെറ്റ് ചെയ്യുന്ന ആ ഒരു ഗ്യാപ്പിനിടയിൽ ഒരു സെറ്റപ്പ് അഴിച്ച് മറ്റൊരിടത്ത് ക്യാമറ സെറ്റ് ചെയ്യുന്ന ഗ്യാപ്പിൻ്റെ ഇടയിൽ ഞാൻ മൈക്കിൽ കൂടെ നല്ല രീതിക്ക് ചളു പറയും. അപ്പോൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കും. ചിലപ്പോൾ ഞാൻ ശരിക്കുള്ള ഉത്തരം തന്നെ ആയിരിക്കാം ഒരുത്തൻ പറയുന്നത്, പക്ഷേ ഞാനത് മാറ്റും.
മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ഉത്തരവിടും. ആ ഉത്തരത്തിലോട്ട് ഞാൻ ചോദ്യത്തിന് എങ്ങനെയെങ്കിലും എത്തിക്കും. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഒരു ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബോധിക്ക് വന്ന് എൻ്റെ ഇങ്ങനെ മുട്ടിലിങ്ങനെ ഇരുന്നിട്ട് മോണിറ്ററിൽ ഷോട്ട് കാണുന്നതിനിടയ്ക്ക് ഞാൻ ബോധിക്കിനോട് എന്തോ ചോദിച്ചു. എന്താണ് എന്തോ ചളുവാണ്, എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇതങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ബോധിക്ക് ഇങ്ങോട്ട് ഇറങ്ങി നിന്നിട്ട് എന്നെ കൈ കൊണ്ട് ഡയറക്ടറായതുകൊണ്ട് ഞാൻ മണ്ട അടിച്ച് പൊളന്നു എന്ന് പറഞ്ഞിട്ട് ഇവൻ പോയി. ഇവൻ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് പോയി. എല്ലാവരും ചിരിച്ചു, ഞാൻ ചിരിച്ചില്ല. കാര്യം ഇവനെ കാസ്റ്റിംഗ് സമയത്ത് സാം ജോർജ് എന്ന് പറയുന്ന കാസ്റ്റിംഗ് ഡയറക്ടർ അവനോട് ചോദിച്ചൊരു ചോദ്യം ഇതാണ്: നിൻ്റെ കൂട്ടുകാരനോട് നിൻ്റെ അധ്യാപകൻ ഇങ്ങനെ പെരുമാറുകയാണ്, നീ എന്ത് ചെയ്യും? ബോധിക്ക് ഇങ്ങോട്ട് ഇറങ്ങി കസേരയിൽ നിന്ന് ഇറങ്ങിയിട്ട് സാം ജോർജ് ചേട്ടനെ കുനിച്ച് നിർത്തി മുതുകത്ത് ഒരൊറ്റയിടി. ഇത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. സോ ആ അവസരത്തിൽ എനിക്ക് ചിരിക്കാൻ തോന്നിയില്ല. ഇപ്പം ആലോചിക്കുമ്പോൾ ഭയങ്കര കോമഡിയാണ്. അന്നും കോമഡി ആയിരുന്നു. ബട്ട് ഇപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിച്ച് ചെറിയ ചെയ്യാറുള്ളൊരു മെമ്മറിയാണ്. പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ക്രിക്കറ്റ് സീൻ സമയത്തുള്ള സച്ചിൻ റെഫറൻസ് തരുന്ന സീൻ എനിക്ക് ലൈവായിട്ട് കാണുമ്പോൾ തന്നെ ഭയങ്കര രോമാഞ്ചം തന്നൊരു ഷോട്ടാണ്. ശരിക്കുമുള്ള അമ്പാടിക്ക് ക്രിക്കറ്റ് കളിക്കാൻ അറിയില്ല. അവൻ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഓൺ സെറ്റിൽ വന്ന് നിന്ന് പഠിച്ച കാര്യങ്ങളാണ്. ഞങ്ങൾ കാണിച്ചു കൊടുക്കുന്ന മാനറിസം അതുപോലെ മിമിക് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു ഒരു പരിധി വരെ അവൻ. സോ ഒരു നല്ല ആക്ടറിന് മാത്രമേ പറ്റുള്ളൂ. സോ നാച്ചുറലി അവന് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം അവൻ ഞങ്ങളുടെ ബോഡി ലാംഗ്വേജ് മിമിക് ചെയ്ത് അവിടെ കാണിച്ചപ്പോൾ അത് ഭയങ്കര സന്തോഷം തരുന്നൊരു കാഴ്ചയായിരുന്നു. ആ ക്രിക്കറ്റ് സീൻ എനിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം അതിൻ്റെ അകത്ത് ഒരു കുട്ടി അധികം മിണ്ടണതെന്നായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, പക്ഷെ ആ ക്രിക്കറ്റ് സീനിൽ മാത്രം ഭയങ്കര കമൻട്രി ആയിരുന്നു. ആ ഒരു കമൻട്രി കേൾക്കാനും നല്ല രസമുണ്ടായിരുന്നു. അത് ആരാണ് എഴുതിയത്? ആരാണ് അതിൻ്റെ പുറകിലുള്ള തല? ആ ക്രിക്കറ്റ് സീൻ പൂർണ്ണമായിട്ടും എഴുതിയത് ഞാനാണ്. കാര്യം ഇത് പ്രൊഡക്ഷൻ ഹൗസുകളിൽ പിച്ച് ചെയ്യുന്ന സമയത്ത് കഥ ഇങ്ങനെ നറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ക്രിക്കറ്റ് സീൻ, ഇവിടെ ഇന്നതൊക്കെ സംഭവിക്കും എന്ന് പറയാനേ പറ്റില്ല. കാര്യം അത് എഴുതിയിട്ടില്ല. അപ്പോൾ ബഡ്ജറ്റ് ലാബ് ഈ പടം സൈനപ്പ് ചെയ്തു. ഏകദേശം ഷൂട്ടിന് മാസങ്ങൾ മാത്രം നിൽക്കുന്നു. അപ്പോഴും ഈ സീൻ എഴുതിയിട്ടില്ല. അപ്പോൾ അതുവരെയുള്ള സീൻസ് എല്ലാം മാറ്റിയും തിരിച്ചും പല ഡ്രാഫ്റ്റുകൾക്ക് മേലെ ഡ്രാഫ്റ്റുകൾ പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ ഇതിന് എന്ത് ചെയ്യും എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഞാനായിട്ട് ഏറ്റെടുത്ത് ഞാൻ എഴുതിക്കോളാം എന്ന് പറഞ്ഞിട്ട് എഴുതുമായിരുന്നു. അപ്പോൾ അത് ഞാൻ എൻ്റെ സോണാണെന്ന് പറഞ്ഞിട്ടാണ് ബാക്കി റൈറ്റേഴ്സിനെ നിങ്ങൾ നോക്കണ്ട ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഞാൻ ഇതിനു മുമ്പ് അങ്ങനെ കോമഡി ഒന്നും എഴുതിയിട്ടുള്ള ഒരാളല്ല. അങ്ങനെ ഒരു ദിവസം രാത്രി ഒരു 8 മണി സമയത്ത് ഒരു കട്ടനൊക്കെ ഇട്ട് ലാപ്ടോപ്പിൻ്റെ മുമ്പിൽ ഇരുന്ന് മറ്റേ ജിം ക്യാരിയുടെ മീം കണക്ക് കാണും. മറ്റേ പതുക്കെ തുടങ്ങി പിന്നെ സ്പീഡിൽ ഇതാവുന്ന പോലെ ഒരു സാധനം വരുന്നത്. അപ്പോൾ ആദ്യം ഒരു ചെറിയ സിനിമ റെഫറൻസൊക്കെ 1-2 വരുന്നുണ്ട്. അപ്പോൾ അത് പിന്നൊരു എനിക്ക് തന്നെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ചിരി വരാൻ തുടങ്ങി. അങ്ങനെ ആ ഒരു ഇതിൽ ഒറ്റ രാത്രി കൊണ്ടാണ് ആ സീൻ ഫുള്ള് എഴുതി തീർക്കുന്നത്. പിന്നെ ഡബ്ബിങ് സമയത്ത് അപ്പോൾ ഈ പൃഥ്വിരാജ് എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ മുഖം കമ്മിറ്റ് ചെയ്യാതെയുള്ള ഷോട്ടുകൾ വരുമ്പോൾ അവിടെ ഒരു ഗ്യാപ്പുകൾ ഒരുപാട് വരുന്നിടത്ത് സ്ക്രിപ്റ്റൊന്നും ഇല്ലാതെ ഡബ്ബിങ് സമയത്ത് സ്പോണ്ടേനിയസ്ലി അടിച്ചു വിട്ട ഒരുപാട് സാധനങ്ങളുണ്ട്. ഉദാഹരണത്തിന് കലാഷ്നിക്കോവ് സാധനങ്ങളൊക്കെ സ്ക്രിപ്റ്റിൽ ഇല്ലാത്തതാണ്. അതൊക്കെ അപ്പോൾ മീൻസ് ഫീഡ്ബാക്ക് മൈക്കിൽ ഞങ്ങൾ കൊടുത്ത ഇത് വെച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഡബ്ബിങ് സമയത്തുള്ള ഇംപ്രോവൈസേഷനും ആ സീൻ ഒരുപാടുണ്ട്. ഈ ബാക്ക് ബെഞ്ചേഴ്സ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നല്ലോ. അപ്പോൾ അത് ഈ പ്രേക്ഷകർ ഇത്രയും സ്വീകരിച്ച് പല സ്കൂളുകളിലും അതിപ്പോൾ ഉണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഉള്ളിൽ എന്ത് തോന്നി? എന്തുകൊണ്ടാണ് ആ ഒരു കോൺസെപ്റ്റിലേക്ക് വരാനായിട്ടുള്ള മെയിൻ റീസൺ ആ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്? അത് ഞങ്ങൾ ആക്ച്വലി സിനിമയുടെ പർപ്പസിന് വേണ്ടി മാത്രം സിനിമ കണ്ടവർക്കറിയാം. അതായത് ആ ഒരു യു ഷേപ്പ് ബെഞ്ചിങ് ഇതിൽ വന്നിരിക്കുന്ന ഒരു 7ാം ക്ലാസ്സുകാരൻ്റെ ഐഡിയ ആണ്. അവൻ്റെ ക്ലാസ്സിൽ വരണം എന്നാഗ്രഹിക്കുന്ന ഒരു ചെറിയൊരു മാറ്റം, അത്രേ ഉള്ളൂ സിനിമയുടെ കോണ്ടക്സ്റ്റിൽ. സിനിമയിൽ അത് 5 ഷോട്ടിലേ കാണിക്കുന്നുള്ളൂ. സിനിമയിൽ അതിനേക്കാൾ കൂടുതൽ ചർച്ച ചെയ്തിരിക്കുന്നത് CPA പോലെയുള്ള ടോക്സിക് ആയിട്ടുള്ള അധ്യാപകരുടെ കാര്യങ്ങളാണ്. പ്രാക്ടിക്കലി ഇത് പോസിബിൾ ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ KB ഗണേഷ് കുമാർ സാറിനെ ഈ സിനിമ കാണിക്കുക. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള RVVHS വാളകം സ്കൂളിൽ നടപ്പിലാക്കുന്ന ഒരു വാർത്ത പുറത്തു വന്നതിന് ശേഷമാണ്. ആ സമയത്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ 7 സ്കൂളുകൾ കേരളത്തിൽ നിന്നും 1 സ്കൂൾ പഞ്ചാബിൽ നിന്നും വന്നു. പിന്നീട് ഹിന്ദു പത്രത്തിൽ ഒരു ഫ്രണ്ട് പേജ് ന്യൂസായിട്ട് ഓൾ എഡിഷനിൽ വേൾഡ് വൈഡ് ഉൾപ്പെടെ എല്ലാ എഡിഷനിലും ഒരു ഫ്രണ്ട് പേജ് ന്യൂസ് പോയി ഇതിനെ പറ്റിയിട്ട്. അതുകൂടി കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് എണ്ണം സൂക്ഷിക്കാൻ പറ്റാതെ ത്രിപുര, ഒഡീഷ, ഗുജറാത്ത്, തെലങ്കാന, ഹൈദരാബാദ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്ടിൽ സ്റ്റേറ്റ് ലെവലിലാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കേരളത്തിലും അതിൻ്റെ ചർച്ചകൾ നടക്കുന്നു. അപ്പോൾ ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ള, ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽഡായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ ഷേപ്പ് മാത്രമാണ് ശരി എന്ന് ഞങ്ങൾക്ക് ഒരഭിപ്രായമില്ല. എല്ലാവരും ഇപ്പോൾ ഈ ഷേപ്പിനെ പറ്റിയിട്ട് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്.
അതിനെ അനുകൂലിച്ചും എതിർത്തും ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, ഇതിനെ സംബന്ധിക്കുന്ന എല്ലാ ചർച്ചകളും ഹെൽത്തിയാണ്. എല്ലാവരും യുനാനിമസ്ലി സമ്മതിക്കുന്നൊരു കാര്യമുണ്ട്, ബാക്ക് ബെഞ്ചർ ഫ്രണ്ട് ബെഞ്ചർ ചാപ്പ അടിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്ന രീതി അത് തെറ്റാണെന്നുള്ള എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. അത് തന്നെയാണ് നമ്മുടെ സിനിമ പറഞ്ഞത്. യു ഷേപ്പ് അതൊരു സിനിമയുടെ കോണ്ടക്സ്റ്റിൽ സംഭവിച്ചൊരു കാര്യമാണ്. അപ്പോൾ അത് അപ്ലൈ ചെയ്ത സ്കൂളുകളിൽ നിന്ന് നമുക്ക് നല്ല റിപ്പോർട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അവരൊരു ട്രയൽ ആൻഡ് എറർ പീരീഡ് അതിൽ നടത്തിയിട്ടുണ്ട്. എങ്ങനെ ഇത് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാമെന്നുള്ളതിനെ പറ്റി ഞങ്ങൾക്ക് യാതൊരു ഇൻവോൾവ്മെൻറ്റും ഇല്ല കാര്യത്തിൽ. ടീച്ചേഴ്സ് തന്നെ അതിൻ്റെ ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. സ്റ്റിൽ പറയുകയാണ്, എല്ലാ ക്ലാസ് റൂമുകളിലും ഇത് പോസിബിൾ അല്ലാതെ ഞങ്ങൾക്ക് തന്നെ അറിയാം. കാര്യം റോ സിസ്റ്റത്തിൽ ബെഞ്ചിടാൻ വേണ്ടിയതായിട്ടുള്ള ഇതിൽ എത്രത്തോളം ക്ലാസ് റൂമുകളുടെ ആ ഒരു ഒതുങ്ങിയ ക്ലാസ് റൂമുകളിൽ ഇങ്ങനെ ഒരു സിസ്റ്റം നടപ്പിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ക്ലാസ് റൂമുകളിൽ ശരിയായ സിസ്റ്റം എന്താണെന്ന് സൊസൈറ്റി ഫിഗർ ഔട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു മാറ്റത്തിന് തിരികൊളുത്താൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട്. ഈവൻ ദോ ഈ ഐഡിയ ഞങ്ങളുടെ തന്നെ ചൈൽഡ്ഹുഡിൽ നിന്ന് എടുത്തതാണ്, ഞങ്ങളുടെ ഇൻവെൻറ്റ് ചെയ്ത ഒരു ഐഡിയ ഒന്നുമല്ല. സോ സന്തോഷമുണ്ട്, അതിനെപ്പറ്റിയുള്ള എന്ത് ചർച്ചകളും നല്ലതാണെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സർ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് റാപ്പിഡ് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഇനി ഒരു മൂവി എടുക്കാൻ ചാൻസ് ഉണ്ടാവുമെങ്കിൽ അത് ഏത് ജോണർ ആയിരിക്കും? ഇന്ന ജോണർ എന്ന് പറഞ്ഞ് സ്പെസിഫിക്കലി സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാൻ താല്പര്യമില്ല. അപ്പോൾ അടുത്തതിപ്പോൾ സ്ക്രിപ്റ്റ് കയ്യിലുള്ളതെല്ലാം വ്യത്യസ്ത ജോണറുകളിലുള്ള സബ്ജക്റ്റുകളാണ്. അത് കഴിഞ്ഞും അതിൻ്റെ നിന്നും വ്യത്യസ്തമായിട്ട് ചെയ്യാനാണ് വീണ്ടും താല്പര്യപ്പെടുന്നത്. സോ ഒരു രീതിയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാനൊരു താല്പര്യമില്ല. അടുത്ത സിനിമ സ്ഥാനാർത്ഥി ശ്രീകുട്ടനിൽ നിന്ന് ഡിഫറൻ്റ് ആണെന്ന് മാത്രമേ ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റൂ. ഒരു തരത്തിലും ശ്രീകുട്ടനായിട്ടൊരു സാമ്യതകളും ഇല്ല. സാർ എങ്ങനെയാണ് സൂപ്പർസ്റ്റിഷൻസിൽ വിശ്വസിക്കുന്ന ആളാണോ? കാരണം അതിൻ്റെ അകത്ത് ഒരു ഡേഞ്ചറസ് കപ്പിൾ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് സൂപ്പർസ്റ്റിഷ്യസ് ആണ്. അപ്പോൾ അതിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണോ അങ്ങനെ ഒരു? അല്ല, ഞാൻ അങ്ങനെ സൂപ്പർസ്റ്റിഷനിൽ വിശ്വസിക്കുന്നില്ല. അതിനർത്ഥം ഞാൻ എത്തിസ്റ്റ് ആണെന്നല്ല. പടം തുടങ്ങുമ്പോൾ അൻപേ ശിവം എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ വിശ്വാസം. ലവ് ഈസ് ഗോഡ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, എനിക്കെൻ്റെ ദൈവങ്ങളെ കാണാൻ പറ്റും. ലവ് എവിടെയാണോ അതാണ് ഞാൻ ദൈവമായിട്ട് കണക്കാക്കുന്നത്. ബാക്കി സൂപ്പർസ്റ്റിഷനിലും ലക്കിലും ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം ലക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ കണക്കാക്കുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ റൈറ്റ് എഫേർട്ട് റൈറ്റ് ഓപ്പർച്യൂണിറ്റിയെ മീറ്റ് ചെയ്യുന്ന ഒരു പോയിൻ്റ് ഉണ്ട്, അതിനാണ് ലക്ക് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഈ എഫേർട്ട് താന്നാലും ഓപ്പർച്യൂണിറ്റിയിലേക്ക് എത്തില്ല. ഓപ്പർച്യൂണിറ്റി മാത്രം എവിടെ ഉണ്ടെന്ന് കരുതിയും നമുക്കതിലേക്ക് എത്തിപ്പെടില്ല. സോ ഈ രണ്ട് പോയിൻറ്റും കൂട്ടിമുട്ടി നടത്താണ് ലക്കും സംഭവിക്കുന്നത്. സോ അത് ഒരു സൂപ്പർസ്റ്റിഷൻ അല്ല, നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് അതും സംഭവിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ സൂപ്പർസ്റ്റിഷനിൽ വിശ്വസിക്കുന്നില്ല. ഓക്കെ, പിക്ക് വൺ ക്യാരക്ടർ. അമ്പാടി ആണോ ശ്രീകുട്ടനാണോ? പിക്ക് വൺ ക്യാരക്ടർ, ശ്രീകുട്ടൻ. ശ്രീകുട്ടൻ. വൈ? ബിക്കോസ് ശ്രീകുട്ടന്മാർ അമ്പാടിമാരെ ഇപ്പോഴും വേറെ എന്തൊക്കെയോ കാരണം കൊണ്ട് ഇഷ്ടപ്പെടാതിരിക്കുന്നുണ്ട്. സോ ആ ശ്രീകുട്ടന്മാർക്ക് അമ്പാടിമാർ ശരിക്കും അവർ വിചാരിക്കുന്ന പോലെ അല്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രീകുട്ടൻ. ഏത് പ്രൊഫഷനിൽ നിന്നാണ് ഈ ഡയറക്ഷനിലേക്ക് വന്നത്? ഒരുപാട് പ്രൊഫഷനുണ്ട്. ഒരു ബൈക്ക് ഷോറൂമിലെ സെയിൽസ് എക്സിക്യൂട്ടീവ്, ഒരു ടെക് കമ്പനിയിലെ സോഷ്യൽ മീഡിയ മാനേജർ, പിന്നെ ഒരു പ്രൈവറ്റ് സ്കൂളിലെ സ്കൂൾ ബസ്സിലെ കിളിയായിട്ട് പോയിട്ടുണ്ട്. പണ്ട് ന്യൂസ് പേപ്പർ ഇടാൻ പോയിട്ടുണ്ട്, കാറ്ററിങ്ങിന് പോയിട്ടുണ്ട്. അങ്ങനെ മൾട്ടിപ്പിൾ പരിപാടികളുണ്ട്. സിനിമയിലേക്ക് ഇറങ്ങിയ സമയത്ത് ഈ പറയുന്ന ചെറിയ ചെറിയ പരസ്യങ്ങളും കോർപ്പറേറ്റ് വർക്കുകളും അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. സോ ഇന്നതെന്നില്ല, വെഡ്ഡിങ് വീഡിയോഗ്രാഫർ ആയിരുന്നു. സോ ഇന്ന ഒരു ജോലിയൊന്നുമില്ല, എന്തും ചെയ്യുമായിരുന്നു. സോ ഈ ഡയറക്ഷൻ അല്ലായിരുന്നെങ്കിൽ ഏത് പ്രൊഫഷൻ ചൂസ് ചെയ്തേനെ? അത് അറിയില്ല. മീൻസ് ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനിയിലൊരു ജോലി, അങ്ങനെ രീതിയിൽ, അല്ലെങ്കിൽ സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് 2 കമ്പനി ജോലി ചെയ്തിട്ടുള്ളതാണ്. സോ അങ്ങനെ വല്ല ജോലിയും ചെയ്തേനെ. PSC ഒക്കെ എഴുതി അത് സർക്കാർ ജോലിയൊക്കെ ക്രാക്ക് ചെയ്യാനുള്ള ബുദ്ധിയൊന്നുമില്ല. അപ്പോൾ മീൻസ് അങ്ങനെ ഒരു കമ്പനികളിൽ നിന്ന് കമ്പനികളിലോടും ചേക്കേറി വർക്ക് ചെയ്യുന്ന ഒരു 9 to 5 ജോലിയിൽ ഞാനും പെട്ടേനെ. 9 to 5 ജോലിയോട് അങ്ങനെ ചെയ്യുന്നവരോട് ഒരു എതിർപ്പും ഒരു ഇഷ്ടക്കേടും അങ്ങനെയുള്ള ജോലികളെ മോശമാക്കിയും പറയുന്നതല്ല. 9 to 5 ജോലിക്കാരെ ഒരുപാട് പേരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഞാനും എൻ്റെ സ്ട്രഗിളിങ് സമയത്ത് ഫിനാൻഷ്യലായിട്ടുള്ള ഹെൽപ്പുകൾ തേടിക്കൊണ്ടിരുന്നത്. സോ ഞാനും ആ ഒരു പ്രൊഫഷനിൽ പെട്ടുപോയേനെ എന്ന് വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ സിനിമ അല്ലാതെ മറ്റെന്തെന്നുള്ളത് ചിലപ്പോൾ എന്നുള്ളതാണ്, എനിക്കറിയില്ല. മേ ബി മറ്റെന്ത് ജോലി പോയി പെടുമായിരുന്നു എന്നുള്ളത്. എന്നാലും കുട്ടിക്കാലം തൊട്ടൊരു ആഗ്രഹം ഉണ്ടാവില്ലേ, എനിക്ക് ഈ ഒരു പ്രൊഫഷൻ ചെയ്യണം എന്ന്? അത് ഡയറക്ടർ ആയിരുന്നു? അല്ലല്ല, കുട്ടിക്കാലത്തൊക്കെ വേറെ ആയിരുന്നു. എനിക്ക്
ക്രിക്കറ്റർ ആവണമെന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. പിന്നെ കണ്ടംകളിയിൽ സ്ഥിരം ഡക്കാവുന്നവൻ സ്വപ്നം കാണുന്നതിനൊരു പരിധിയുണ്ടല്ലോ. പിന്നെ ഞാൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനോട് ആ കൂറ് കാണിച്ചു. ഞാൻ അങ്ങോട്ട് പോയില്ല, പകരം സിനിമയിലേക്ക് പോയി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വേറെ പല ആഗ്രഹങ്ങളും വന്നിരുന്നു. ഇടയ്ക്ക് അധ്യാപകനായാലോ എന്നൊക്കെ ചിന്തിച്ചു. പിന്നെ മാർക്ക് ഷീറ്റുകൾ കാണുമ്പോൾ അതും വേണ്ടാന്ന് വയ്ക്കും. അങ്ങനെ സിനിമയിലേക്ക് എത്തിയത്. ഈ മാർക്ക് ഷീറ്റ് വെച്ചിട്ടൊരു അധ്യാപകനാവാൻ കഴിവുണ്ടോ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല, ശരി തന്നെയാണ്. പക്ഷേ എൻ്റെ മാർക്ക് ഷീറ്റ് കാണുമ്പോൾ എനിക്ക് പറയാൻ പറ്റുമല്ലോ, മീൻസ് ഇതല്ല മറ്റൊന്നാണ് വേണ്ടതെന്ന് എനിക്കപ്പോൾ തോന്നി. അങ്ങനെയാണ്. ഒരു മൂവിയിൽ ഇത്രയും നന്നായിട്ട് പ്രസന്റ് ചെയ്യുന്ന ഒരാൾക്ക് എന്തായാലും ഒരു അധ്യാപകനാവാൻ കഴിയും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഫാമിലി സപ്പോർട്ടായിരുന്നോ ഈ ഡയറക്ഷൻ, മൂവി ഫീൽഡ് ഇതിലേക്ക് കയറിയപ്പോൾ ഫാമിലി എങ്ങനെയായിരുന്നു? ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നോ? ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇതല്ലാതെ വേറെ ഒന്നും പറഞ്ഞാൽ ഇവൻ കേൾക്കൂല എന്നുള്ളത് കൊണ്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യേണ്ടി വന്നതാണ്. മാത്രമല്ല അവർക്ക് പേടിയുണ്ട്, അവർക്കിപ്പോഴും പേടിയുണ്ട്. ഇത് എന്താവും എങ്ങനെയാവും എന്നൊക്കെ അവർക്കിപ്പോഴും പേടിയുണ്ട്. കാര്യം അതിനവരെ കുറ്റം പറയാൻ പറ്റില്ല. ഒരു വില്ലേജിൽ നിന്ന് മറ്റൊരു സിനിമയിൽ സ്ഥാനം ഉറപ്പിച്ചിട്ടുള്ളൊരു ബന്ധുവോ അങ്ങനെ ഒരു ഗോഡ് ഫാദറോ ഇല്ലാത്തൊരാൾ അതിലേക്ക് ചെന്ന് കയറുമ്പോൾ വീട്ടിലുള്ളവർക്ക് സ്വാഭാവികമായിട്ടും എൻ്റെ ഒരു പേടിയുണ്ടാവും. അതവർക്കുണ്ട്. സ്റ്റിൽ ഒരിക്കൽ പോലും മറ്റൊന്നിലേക്ക് പൊക്കൂടെ എന്ന് പറഞ്ഞിട്ട് എന്നെ പിന്തിരിപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെ എൻ്റെ വൈഫ് ആര്യ എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. പുള്ളിക്കാരി എൻ്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം മുതൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിയൊരു പില്ലർ ഓഫ് സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ട്. അതുപോലെ തന്നെ ഫാമിലിയായിട്ട് ഞാൻ കണക്കാക്കുന്നതാണ്. ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള നല്ലൊരു ശതമാനം പേരും എൻ്റെ സുഹൃത്തുക്കളാണ്. അവരെയും ഫാമിലിയായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. സോ അവരും ഒരു പില്ലർ ഓഫ് സപ്പോർട്ടായിട്ട് ഈ ഒരു ജേണിയിൽ കൂടെ ഉണ്ടായിരുന്നു. ഒരു ഗോഡ് ഫാദർ ഇല്ലാണ്ട് മൂവിയിലേക്ക് വന്നെന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. പിന്നെ സാർ ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തതിന് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. റേഡിയോ BVMന് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. റേഡിയോ BVM, ശബ്ദം ഹൃദയങ്ങളിലേക്ക്.